സണ്ണി ജോസഫിന്റെ അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് കോൺഗ്രസ്സുകാരിൽ നല്ലവരില്ലാഞ്ഞിട്ടാണോ കോൺഗ്രസ്? രണ്ടാമത് 24,945 റാങ്ക് കിട്ടിയ സണ്ണി ജോസഫിന്റെ മകൾക്ക് പരിയാരത്ത് എങ്ങനെ അഡ്മിഷൻ ലഭിച്ചു? മറുപടി പറയൂ കോൺഗ്രസ്. ബന്ധു നിയമനത്തിൽ ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞ UDF മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം വരുന്ന പോസ്റ്റിലേക്ക് സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ബന്ധു നിയമനത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചവരാണല്ലോ നിങ്ങൾ. എന്തേ യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന നല്ല ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ സ്വന്തം അളിയനെ ആ ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിൽ വെച്ചത്? തീർന്നില്ല. സണ്ണി ജോസഫിന്റെ മകൾക്ക് പരിയാരത്ത് എങ്ങനെ അഡ്മിഷൻ ലഭിച്ചു? 24,945 റാങ്കുള്ള സണ്ണി ജോസഫിന്റെ മകൾക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എങ്ങനെ MBBS അഡ്മിഷൻ ലഭിച്ചു? പണ്ട് ശ്രീരാമകൃഷ്ണന്റെ മകന് പരിയാരം മെഡിക്കൽ കോളേജിൽ NIA കോട്ടയിൽ ഒരു സീറ്റ് ലഭിച്ചപ്പോൾ ഇല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് UDF നിങ്ങള്, യൂത്ത് കോൺഗ്രസ് നിങ്ങള്, KSUക്കാരെ നിങ്ങള്. എന്ത് യൂത്ത് കോൺഗ്രസുമില്ല, KSUവുമില്ല, അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ മൂരിക്കുട്ടന്മാരുമില്ല. അപ്പോൾ കാരണവർക്ക് അടുപ്പിലുമാകാം. സണ്ണി ജോസഫിന്റെ മകളുടെയും സണ്ണി ജോസഫിന്റെ അളിയന്റെയും കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? ഇതൊക്കെ കുടുംബ പശ്ചാത്തലം നോക്കി, അതായത് അവനവന്റെ കുടുംബത്തിലെ ആളുകളെ തിരികെ കയറ്റുക എന്നുള്ളതല്ലേ? DYFIയുടെ യൂണിറ്റ് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ പ്രവർത്തിച്ച് MLA ആയ ഒരു മനുഷ്യനെ അതിനുശേഷം പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു എന്ന പേരിൽ നിങ്ങൾ മരുമകൻ എന്ന് വിളിച്ചാക്ഷേപിച്ചപ്പോൾ സണ്ണി ജോസഫിന്റെ അളിയൻ എന്ത് പ്രിവിലേജാണുള്ളത്? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ എന്ത് പ്രിവിലേജാണുള്ളത്? ഇതൊന്നും കുടുംബവാഴ്ചയല്ലേ? ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന UDF നിങ്ങളുടെ തൊലിക്കെട്ടി അപാരം തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുകയാണ്. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.